ഈ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തോട് പ്രാർത്ഥിക്കുക, നല്ല നല്ല ജീവിതം ഉണ്ടാകാൻ, നല്ല ഭാര്യയെ കിട്ടാൻ, നല്ല ഭർത്താവിനെ കിട്ടാൻ, നല്ല മക്കളെ കിട്ടാൻ, നല്ലതായിട്ട് പഠിച്ച് പാസ്സാവാൻ, നല്ല ജോലി കിട്ടാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഇതാണോ ശരിക്കും കാര്യം? ഞാൻ ഇങ്ങനെ പലതും കേട്ടിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള പ്രാർത്ഥനകൾ ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട്. പണ്ട് ഞങ്ങളുടെ അപ്പച്ചൻ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. യേശു തമ്പുരാനെ, ഞങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അന്യജാതിക്കാർ ഞങ്ങളുടെ യേശുദേവനെ മനസ്സിലാക്കി നിന്നിലേക്ക് അടുക്കുവാൻ കൃപ ചെയ്യണം. വളരെ സിമ്പിളായിട്ടുള്ള പ്രാർത്ഥനയാണ്, റെഗുലറായിട്ടുള്ള പ്രാർത്ഥനകളുടെ കൂടെ. അതല്ലാതെ ഇങ്ങനെ നല്ല സൗന്ദര്യം തരാൻ, അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ, അല്ലെങ്കിൽ സമ്പാദ്യം കിട്ടാൻ, സ്വർണം കിട്ടാൻ, വലിയ വീട് കിട്ടാൻ, വലിയ കാറ് കിട്ടാൻ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടും എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടിപ്പം ചിലവരിത് കേട്ടു. ഇതൊന്നുമല്ല നിത്യമായ ലോകത്തിലേക്ക് എത്തിപ്പറ്റാൻ, ഇതൊന്നുമല്ല നിത്യമായ ലോകത്തിൽ എത്തിപ്പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത്, അപ്പം നമ്മളാരും അത് ചെയ്യുന്നില്ല. സോ നൺ ഈസ് പെർഫെക്റ്റ്. അപ്പം അത് ടു ആൻ എക്സ്റ്റെൻറ്റ് ഇറ്റ് ഇസ് ടു നെഗറ്റീവ് ഓൾസോ. അപ്പം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക ഇതിലേതാണ് കറക്റ്റ്. അപ്പോൾ അതായത് ഇപ്പം എന്തൊക്കെ തന്നെ പറഞ്ഞാലും ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ഡേ നമ്മളെങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അസുഖമൊന്നും വരരുത്, മക്കളെല്ലാം നല്ലതായിട്ടിരിക്കണം. കാര്യം ദൂരെയൊക്കെ ആയിരിക്കും മക്കൾ, അല്ലേ? അല്ലെങ്കിൽ ചില പിള്ളേർക്ക് ജോലി കാണത്തില്ല, അപ്പോൾ അവർക്ക് ജോലി കിട്ടണേ, കിട്ടിക്കഴിഞ്ഞാൽ ശമ്പളം കൂടണേ, അവർക്ക് വീട് കിട്ടണേ, അവർക്ക് കാറ് കിട്ടണേ, അല്ലേ? അങ്ങനെ ഇപ്പം എല്ലാവരും പ്രാർത്ഥിക്കുന്ന ചൂട് കുറയണേ എന്നൊക്കെ ആയിരിക്കും, ശരീരവേദനകൾ കുറയണമേ. അറിയത്തില്ല ഇത് ഏതാണ് കറക്റ്റായിട്ടുള്ള പ്രാർത്ഥനാ രീതി? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ, ശരിയായ പ്രാർത്ഥനാ രീതി എന്താ? കാര്യം ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ഡേ ഇത് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇവിടെ ആ ദൈവം നമ്മുടെ നന്മ പ്രവർത്തികളാണ്. കൂടെയുള്ള ഒരുത്തന് ഭക്ഷണം കഴിക്കാനില്ലാത്തപ്പോൾ നമ്മൾ കുത്തിയിരുന്ന് ചിക്കൻ ബിരിയാണി കഴിക്കുന്നതല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അതാണ് ഞാൻ വിശ്വസിച്ചിരിക്കും, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് ഇനി അത് തെറ്റാണോ എന്നെനിക്കറിയില്ല. ഈ കൂടുതൽ കിടന്ന് പ്രസംഗിക്കുകയും കൂടുതൽ വലിയ കാര്യങ്ങൾ, ജൽപ്പനങ്ങളും അല്ലെങ്കിൽ വലിയ വായനകളും വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷേ ഒരു പ്രാക്ടിക്കൽ രീതിയിൽ പോകുക. കാര്യം അസുഖമുള്ള ഒരുത്തന് അല്ലെങ്കിൽ ഒരു പ്രയാസമുള്ള ഒരുത്തനെ സപ്പോർട്ട് ചെയ്യാതെ അവിടെ ഇരുന്നിട്ട് വലിയ ന്യായങ്ങൾ പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. എനിക്കറിയത്തില്ല, ഇതാണ് എൻ്റെ ഒരു ശാസ്ത്രം. മേ ബി ഐ എം പുവർ, മേ ബി ഐ എം മിനോ ഇൻ ദാറ്റ്. ഒരു വിവരമില്ലാത്ത ഒരു മനുഷ്യനായതുകൊണ്ടായിരിക്കാം. എന്നെക്കാട്ടിലും ലോകജ്ഞാനവും പരിചയവും കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുള്ളവർ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇതിന് വ്യക്തമായിട്ടൊരു മറുപടി പറയാൻ സഹായിക്കുക. അതായത് നമ്മളും ദൈവവുമായിട്ടുള്ള അന്തരം, നമ്മൾ യേശുവായിട്ടുള്ള അന്തരം എങ്ങനെ കുറയ്ക്കാം? എന്താണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? നമ്മളെങ്ങനെ അവനോട് അപേക്ഷിക്കണം? എന്തിനു വേണ്ടി അപേക്ഷിക്കണം? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, പരീക്ഷ പാസ്സാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നതിന് ഒരു തെറ്റുമില്ലെന്ന് ഞാൻ പറയും. കാര്യം അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പരീക്ഷയിൽ പാസ്സായത്. ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചതിന് എനിക്കൊരു തെറ്റും ഞാൻ തോന്നുന്നില്ല. കാര്യം ഇല്ലെങ്കിൽ ഞാൻ വേറെ പലർക്കും പ്രാരാബ്ധമായി മാറിയാണ്. പക്ഷേ എൻ്റെ പ്രയാസങ്ങളിൽ എന്നെ സഹായിക്കുന്നത് പോലെ ബാക്കിയുള്ള പ്രയാസങ്ങൾ എനിക്കും സഹായിക്കാൻ കഴിയണം. ഇത് അതിനകത്തൊരു ചെറിയ വാചകം ഞാൻ കണ്ടത് ഓർമ്മ വരുന്നു. ഗോഡ് ഗീവ് മീ ദ സെർനിറ്റി ടു ആക്സെപ്റ്റ് തിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു വേർഡിങ് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അതാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി നിങ്ങൾ പറയും. ഗോഡ് ബ്ലെസ് യു ഓൾ.